കലാപരമായ ഒരു തൊഴിൽ മേഖലയാണ് ഇന്റീരിയർ ഡിസൈനിംഗ്. ഏതൊരു നിർമ്മിതിയുടെയും ഉൾഭാഗത്തെ മനോഹരമായി രൂപപ്പെടുത്തുക എന്നതാണ് ഈ മേഖലയിലെ ജോലി. വീട്, ഷോപ്പിംഗ് കോംപ്ലക്സ്, ഹോട്ടലുകൾ, വാഹനങ്ങൾ തുടങ്ങി എല്ലാ ഭൗതിക നിർമ്മിതികളും ഇന്റീരിയർ ഡിസൈനിങ്ങിന്റെ പരിധിയിൽ വരും. ആർക്കിടെക്ചർ എന്ന വിശാലമായ തൊഴിൽ മേഖലയുടെ ഒരു ഭാഗം കൂടിയാണ് ഇന്റീരിയർ ഡിസൈനിംഗ്. ഈ രംഗത്തെ ജോലിയുടെ പരിധിയിൽ വരുന്ന വിഭാഗങ്ങളെ പരിചയപ്പെടാം. സെറാമിക് ഡിസൈനിംഗ്, പ്രോഡക്റ്റ് ഡിസൈനിംഗ്, ഫർണിച്ചർ ഡിസൈനിംഗ്, ക്രാഫ്റ്റ് ഡിസൈനിംഗ്, ഓട്ടോമൊബൈൽ ഡിസൈനിംഗ്. പുതിയ കാലത്തിന്റെ അഭിരുചിക്കിണങ്ങിയ സൃഷ്ടികളെ ഭംഗിയായി രൂപകൽപ്പന ചെയ്യുക എന്നതാണ് ഒരു ഡിസൈനറുടെ ഉത്തരവാദിത്വം. ആവിഷ്കാരങ്ങളിൽ കൊണ്ടുവരുന്ന പുതുമയും വ്യത്യസ്തതയുമാണ് ഈ ജോലിയെ ആകർഷകമാക്കുന്നത്. ഡിസൈനിംഗ് രംഗത്ത് അനുദിനമുണ്ടാകുന്ന മാറ്റങ്ങളെ തിരിച്ചറിയുന്നവരും പുതിയ ട്രെൻഡുകളെ ഉൾക്കൊള്ളുന്നവരുമായിരിക്കണം ഡിസൈനർമാർ. എങ്കിൽ മാത്രമേ ഈ മേഖലയിൽ ശോഭിക്കാൻ കഴിയൂ. എപ്പോഴും നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ആ ഡിസൈൻ ഫർണിച്ചർ ഒരു കോസ്റ്റും കൂടെ വർക്കൗട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ ചെയ്യാറ്. കോസ്റ്റ് വർക്കൗട്ട് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ മാർക്കറ്റിനെ കുറിച്ച് നല്ല തറവായിട്ടുള്ളൊരു ഐഡിയ ഉണ്ടായിരിക്കണം നമ്മുടെ മനസ്സിൽ. നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇപ്പോൾ നമ്മൾ ഇൻറ്റീരിയർ ആയതുകൊണ്ട് ഇൻറ്റീരിയറിന് നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് പ്ലൈവുഡ് പോലുള്ള മെറ്റീരിയൽസ്, അതിൻ്റെ ഫിനിഷ്, വിനീർ, പിന്നെ അതിനുപയോഗിക്കുന്ന പെയിൻറ്റ്, പിന്നെ ഫാബ്രിക്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മളൊരു ക്ലിയർ ഐഡിയ ഉണ്ടാക്കി വെച്ചിട്ട് വേണം നമ്മൾ അതിൻ്റെ ഒരു കോസ്റ്റോട് കൂടിയിട്ട് നമ്മൾ അതിൻ്റെ കോസ്റ്റും കൂടെ മെയിനായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് വേണം അതിൻ്റെ ഡിസൈൻസ് ഫൈനൽ ചെയ്യാൻ. മലപ്പുറം ജില്ലയിലെ ക്യുബാറ്റിക് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്ങിൽ ഇന്റീരിയർ ഡിസൈനിംഗ് പഠിക്കാൻ മികച്ച അവസരങ്ങളുണ്ട്. പഞ്ചാബ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ ബിരുദാനന്തര ബിരുദ കോഴ്സുകളാണ് ഇവിടെ നടത്തിവരുന്നത്. Qualities of a color. Which are the qualities of a color? Hue, intensity, value, temperature. Adding white to a color we get tint. Adding black to a color. കോഴ്സുകളെ പരിചയപ്പെടാം. BSc ഇന്റീരിയർ ഡിസൈനിംഗ്, MSc ഇന്റീരിയർ ഡിസൈനിംഗ്, ഡിപ്ലോമ ഇൻ ഇന്റീരിയർ ഡിസൈനിംഗ്. BSc ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സിന്റെ കാലാവധി 3 വർഷമാണ്. +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് സ്ഥാപനത്തിന് കീഴിൽ നടക്കുന്ന പ്രവേശന പരീക്ഷയിലൂടെ കോഴ്സിന് ചേരാം. 2 വർഷ കാലാവധിയുള്ള MSc ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സിലേക്ക് പ്രവേശനം നേടാൻ ഏതെങ്കിലും വിഷയത്തിൽ ബിരുദ പഠനം പൂർത്തിയാക്കണം. SSLC കഴിഞ്ഞവർക്ക് 1 വർഷത്തെ ഡിപ്ലോമ ഇൻ ഇന്റീരിയർ ഡിസൈനിംഗ് കോഴ്സിന് ചേരാം. ഇനി കോഴ്സിലെ പ്രധാന പഠന വിഷയങ്ങളെ പരിചയപ്പെടാം. എലിമെന്റ്സ് ഓഫ് ഡിസൈൻ, കൺസ്ട്രക്ഷൻ ടെക്നിക്സ്, ആർട്ട് ആൻഡ് ആർക്കിടെക്ചർ ഹിസ്റ്ററി, ബേസിക്സ് ഓഫ് ഡ്രോയിങ് ആൻഡ് ഗ്രാഫിക്സ്, ഇന്റീരിയർ ഫർണിഷിംഗ്, എലിമെന്റ്സ് ഓഫ് മെറ്റീരിയൽസ്, കമ്പ്യൂട്ടർ ഫണ്ടമെന്റൽസ്. പഠന വിഷയങ്ങളിൽ ഓരോ ഇനത്തിലും ലാബ് കേന്ദ്രീകരിച്ച് വിദ്യാർത്ഥികൾക്ക് ഇവിടെ പരിശീലനം നൽകുന്നുണ്ട്. കൂടാതെ ഡിസൈൻ മേഖലയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ഭാഗമാവാൻ വിദ്യാർത്ഥികൾക്ക് അവസരം നൽകുന്നുവെന്നതും സ്ഥാപനത്തിന്റെ പ്രത്യേകതയാണ്. ഇപ്പോൾ നമ്മുടെ കൂടെയുള്ളത് ക്യുബാറ്റിക് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്ങിന്റെ ചെയർമാൻ ലബീബാണ്. സർ, പടവുകളിലേക്ക് സ്വാഗതം. ഇന്റീരിയർ ഡിസൈനിങ്ങിനെ കുറിച്ചുള്ള ഇപ്പോഴത്തെ ഒരു പ്രവണതകൾ എന്തൊക്കെയാണ്? കൺസ്ട്രക്ഷൻ രംഗത്ത് വരുന്ന ബൂം തന്നെയാണ് ഇന്റീരിയർ ഡിസൈനിങ്ങിനെ വളരെയധികം നല്ല രീതിയിൽ എഫക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് പുറത്തു വരുന്ന സ്റ്റുഡൻസിന്റെ എണ്ണം ലക്ഷക്കണക്കിനാണെങ്കിൽ ഇന്റീരിയർ ഡിസൈനിങ് കഴിഞ്ഞ് പുറത്തു വരുന്ന ആയിരക്കണക്കിന് സ്റ്റുഡൻസ് മാത്രമേ പുറത്തു വരുന്നുള്ളൂ. ഇത് തന്നെയാണ് ഇന്റീരിയർ ഡിസൈനിങ്ങിന്റെ സ്കോപ്പ് കൂട്ടുന്നതും അതിന്റെ സാധ്യത കൂട്ടുന്നതായിട്ടുള്ള കാര്യങ്ങൾ. ഓക്കെ, സാധാരണഗതിയിൽ കണ്ടുവരുന്നത് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു സ്റ്റുഡന്റ് ആണോ ഇന്റീരിയർ ഡിസൈനിങ് ചെയ്യുന്നത്, അതല്ലാതെ ഒരു +2 കഴിഞ്ഞ ഒരു കുട്ടിയാണോ? ഒരിക്കലല്ല, +2 കഴിഞ്ഞ സ്റ്റുഡൻസ് തന്നെയാണ് ഇന്റീരിയർ ഡിസൈനിങ് രംഗത്തേക്ക് കടന്നു വരുന്നത്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സ്റ്റുഡൻസ് ഈ ഫീൽഡിലേക്ക് വരുന്നുണ്ട്. 6 മാസത്തെ കോഴ്സോ 1 ഇയർ കോഴ്സോ മാത്രമാണ് ഇന്റീരിയർ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ സ്റ്റുഡൻസ് സാധാരണയായിട്ട് ചെയ്യുന്നത്. ഇപ്പം ഒരുപാട് ബിൽഡിങ്ങുകളൊക്കെ ഇപ്പം സാറ് പറഞ്ഞ പോലെ
ഈ ഒരു കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഒരുപാട് ബൂമുണ്ട്. Right. അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം കോളേജുകളും ഇതുപോലെ ഇന്റീരിയർ ഡിസൈനിങ്ങിന്റെ കോളേജുകൾ ഇപ്പം കേരളത്തിലുണ്ടോ? ഒരുപാട് ഇന്റീരിയർ ഡിസൈനിങ് കോളേജുകൾ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അണ്ടറിൽ മാത്രമേ നമുക്കിവിടെ കോളേജുകളുള്ളൂ. 5-8 കോളേജുകൾ മാത്രമേ കേരളത്തിൽ ഇപ്പോൾ ഉള്ളൂ. അപ്പം ഏതൊക്കെ കോഴ്സുകളാണ് ഇവിടെ ഈ ക്യാമ്പസിൽ? ഇപ്പോൾ ഈ ക്യാമ്പസിൽ കൊടുത്തിരിക്കുന്നത് BSc ഇന്റീരിയർ ഡിസൈനിങ്, അത് 3 ഇയർ ആണ്. എലിജിബിലിറ്റി എന്ന് പറയുന്നത് പാസിംഗ് +2 45% പാസ്സായ എല്ലാ സ്റ്റുഡൻസിനും ജോയിൻ ചെയ്യാം. അഫിലിയേറ്റ് ചെയ്തിരിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റി അലോട്ട് ചെയ്തിരിക്കുന്ന ഇൻടേക്ക് എന്ന് പറയുന്നത് 35 ആണ്. അപ്പം സാധാരണ നമ്മൾ കണ്ടുവരുന്നത് ഈ ആർക്കിടെക്ചർ ചെയ്യുന്ന ഒരു BArco അല്ലെങ്കിൽ MArco ചെയ്യുന്ന കുട്ടിക്ക് സിലബസിൽ ഓൾറെഡി ഇന്റീരിയർ ഡിസൈനിങ് എന്നൊരു കോഴ്സ് ഒരു സിലബസ് ഉണ്ടാവും. അപ്പം ഇവിടെ ഈ ഇന്റീരിയർ ഡിസൈനിങ്ങിലുള്ള സിലബസ് എന്തൊക്കെയാണ്, അതിനുള്ളിലെ കണ്ടന്റ് എന്തൊക്കെയാണ്? ആർക്കിടെക്ചറൽ ഇതും രണ്ട് സെക്ഷൻ തന്നെയാണ്. എന്ന് വെച്ചാൽ ഇന്റീരിയർ ഡിസൈനിങ് എന്ന് പറയുമ്പോൾ സ്പേസ് യൂട്ടിലൈസേഷൻ എന്നൊരു രീതിയിലേക്ക് മാത്രമേ അതിന് പറയാൻ പറ്റൂ. മറ്റ് ആർക്കിടെക്ചറൽ എന്ന് പറയുമ്പോഴേക്ക് അതിൻ്റെ കൺസ്ട്രക്ഷനോ അതിൻ്റെ ആ ഒരു ഇതിലേക്ക് പോകുന്നുള്ളൂ. ഇന്റീരിയർ ഡിസൈനിങ് എന്ന് പറയുമ്പോഴേക്ക് ആ സ്പേസ്, ഇന്റീരിയറിൽ വരുന്ന സ്പേസ്, ആ സ്പേസ് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യാമെന്നതിനെ കുറിച്ച് മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് സിലബസിൽ വരുന്നു. അതുപോലെ തന്നെ ഈ ഇന്റീരിയർ ഡിസൈനിങ്ങിൽ വാസ്തുവിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്? ഇപ്പം എല്ലാം ഇപ്പം വീടുകളാണെങ്കിലും ബിൽഡിങ്ങുകളാണെങ്കിലും ഒക്കെ വാസ്തു നോക്കിയിട്ടാണ് ഇപ്പം നിർമ്മിക്കുന്നത്. അപ്പം അതിൽ ഈ ഒരു ഇന്റീരിയർ ഡിസൈനിങ് തീർച്ചയായിട്ടും ഇന്ന് വരുന്ന 90% കൺസ്ട്രക്ഷൻ നടക്കുന്നതോ കൺസ്ട്രക്ഷൻ രംഗത്തും ഭൂമി പൂജ, വാസ്തു എന്നുള്ളതിനെ തന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. വിദേശത്താണെങ്കിൽ GCC കൺട്രികളിൽ ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുന്ന വിഷൻ 2020 പോലുള്ള ഇതെല്ലാം തീർച്ചയായിട്ടും കൺസ്ട്രക്ഷനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. കൺസ്ട്രക്ഷൻ പ്രൊമോട്ട് ചെയ്യുന്നിടത്തോളം ഇന്റീരിയർ ഡിസൈനിങ്ങിനും അതിലേക്കുള്ള സ്കോപ്പുകൾ കൂടുതൽ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ പഠിച്ചു പോയിട്ടുള്ള സ്റ്റുഡൻസിന് എത്രത്തോളം പ്ലേസ് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഇറങ്ങിയ ബാച്ച് എന്ന് പറഞ്ഞാൽ 6 മന്ത് ADR ബാച്ച് ഇറങ്ങി. അതിൽ 60% സ്റ്റുഡൻസിനെ ഞങ്ങൾ പ്ലേസ് ചെയ്ത് കഴിഞ്ഞു. ആക്ച്വലി റിക്വയർമെൻറ്റ്സ് കൂടുതലും പ്ലേസ് ചെയ്യാൻ ഞങ്ങൾക്ക് ഉള്ള സ്റ്റുഡൻസ് കുറവുമാണ് ഉള്ളത്. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഡയറക്റ്റായിട്ട് തന്നെ എവിടെയെങ്കിലും പ്ലേസ്ഡ് ആവുന്നു, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ആവശ്യം വരുന്നില്ല ഈ പ്ലേസ്മെൻറ്റിൻ്റെ കാര്യത്തിൽ. പക്ഷേ എങ്കിൽ പോലും ഞങ്ങളുടെ 100% സപ്പോർട്ട് പ്ലേസ്മെൻറ്റ് കാര്യത്തിലുണ്ടാവും. അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തൊഴിൽ മേഖല കൂടിയാണ് ഇന്റീരിയർ ഡിസൈനിംഗ്. ശാസ്ത്ര സാങ്കേതിക രംഗത്തെ പുതിയ കണ്ടെത്തലുകൾ ഈ മേഖലയ്ക്ക് വളരെ ഗുണം ചെയ്യുന്നു. മുൻപൊക്കെ ഇന്റീരിയർ ഡിസൈനിംഗ് പഠിക്കാൻ വളരെ പരിമിതമായ അവസരങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ വർദ്ധിച്ചു വരുന്ന തൊഴിൽ സാധ്യതകളെ കണക്കിലെടുത്ത് ഇന്ത്യയിൽ സർക്കാർ ഉടമസ്ഥതയിൽ തന്നെ നിരവധി സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് ഈ കോളേജിലെ ഫഹീം സാറാണ്. ഫഹീം സാർ, ഇപ്പോൾ എങ്ങനെയാണ് ഒരു ഇന്റീരിയർ ഡിസൈനിങ്ങിൻ്റെ ഒരു പ്രവണത എന്താണ് ഇപ്പോൾ കണ്ടുവരുന്നത്? ഇന്റീരിയർ ഡിസൈനിങ് എന്ന് പറയുന്ന ഈ പഠനശാഖ ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ ഒരുപാട് കുട്ടികൾ ഈ ഡിസൈനിങ് ഫീൽഡിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രവണത കണ്ടുവരുന്നുണ്ട്. ഓക്കെ, എസ്പെഷ്യലി നമ്മൾ എഞ്ചിനീയറിംഗ് ഡിഗ്രി എന്ന് പറയുന്നത് BTech ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തത്. കേരളത്തിലുള്ള ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജസ് നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ഇത്തരത്തിലൊരു ഡിസൈനിങ് കൺസെപ്റ്റോട് കൂടി ഡിസൈനിങ്ങിനോട് സ്പെഷ്യലൈസ് ചെയ്യുന്ന ഒരു ഇന്ത്യൻ ഡിസൈനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ വിരലിലെണ്ണാവുന്ന എണ്ണം മാത്രമേ ഇപ്പോൾ കേരളത്തിനകത്ത് ഉള്ളൂ. പിന്നെ വൻകിട നഗരങ്ങളിൽ മാത്രമാണ് ഇത്തരത്തിലുള്ളൊരു
മുമ്പും ഉണ്ടായിരുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നുള്ളൂ ഇത് അങ്ങനെ പഠിക്കുക എന്നുള്ളത്. മാത്രമല്ല ഈ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് അവർ സിവിൽ എഞ്ചിനീയേഴ്സ് എന്ന സ്ട്രക്ചറൽ ഡിസൈൻ ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ആ സ്പേസിനെ മാക്സിമം ഭംഗിയാക്കുന്നതും ഒരു പ്രതലത്തിനും എത്രത്തോളം ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടു കൂടി ആ പ്രതലത്തെ മനോഹരമാക്കി തീർക്കുന്നത് ഇന്റീരിയർ ഡിസൈനറാണല്ലേ. അപ്പോൾ സാധാരണ പണ്ട് കാലങ്ങളിൽ സിവിൽ എഞ്ചിനീയറിംഗ് മാത്രമേ ഇങ്ങനെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പിന്നെ എനിക്ക് തോന്നുന്നു ആർക്കിടെക്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സ് ഉണ്ടായി. ഇത് മൂന്ന് കോഴ്സാണ്. ഓക്കെ. എസ്പെഷ്യലി ആർക്കിടെക്ചറൽ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ആർക്കിടെക്ചേഴ്സ് അവർ ശൂന്യതയിൽ നിന്ന് മനോഹരമായ ഭാവനാപൂർവമായ കാര്യങ്ങൾ നിർമ്മിക്കുന്നവരാണ് ആർക്കിടെക്ചർ. ഉദാഹരണമായിട്ട് ഹയത്ത് ബിൽഡിംഗ് ദുബായിലുള്ള ഹോട്ടൽസ് എല്ലാം അത് ആർക്കിടെക്ചർ ഒരു ആകൃതിയിലേക്ക് ആണ് അവർ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എഞ്ചിനീയേഴ്സ് തന്നെ ഈ ആർക്കിടെക്ചർ സ്വപ്നം കാണുന്ന ആ മനോഹരമായ ഈ ഇത്തരത്തിലുള്ള രംഗങ്ങളെ അവർ അത് റിയലൈസ് ചെയ്യുന്നത് അത് മീൻസ് ഒരു സിമെൻ്റ് എല്ലാം വെച്ച് അത് അങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് രൂപത്തിലേക്ക് അതിലെത്ര സ്ട്രെസ് ആക്ട് ചെയ്യലാണ്, അത് എവിടെയാണ് പൊട്ടാതിരിക്കുക, അങ്ങനെ പാലമൊക്കെ ആണെങ്കിൽ അത് അവർ എഞ്ചിനീയറിനാണ്. ഈ ഒരു അകത്തളങ്ങളെ മനോഹരമാക്കുന്ന ഒരു പണി എന്ന് പറഞ്ഞത് ഇന്റീരിയർ ഡിസൈനറാണ് ചെയ്യേണ്ടത്. ഓക്കെ. അപ്പം എങ്ങനെയാണ് ഇപ്പോൾ ഫലീം സാറിന് തോന്നുന്നത്, ഒരു ഇന്റീരിയർ ഡിസൈനറിനാണോ ഒരു സിവിൽ എഞ്ചിനീയറിനാണോ ഏറ്റവും കൂടുതൽ ഒരു പ്രാധാന്യം ഉണ്ടാകുന്നത് ഒരു ബിൽഡിംഗ് ഒരു വീട് ഉണ്ടാക്കുമ്പോൾ വരുന്നത്? ഡിസൈനർ ഇല്ലാതെ പൂർത്തീകരിക്കാൻ സാധിക്കില്ല എന്നില്ല. പക്ഷെ ഒരു ഡിസൈനർ നമ്മൾക്ക് പറയാം ഒരു ക്യാമറാമാൻ ഇല്ലാതെ ഒരു ചിത്രം ഷൂട്ട് ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞതുപോലെ ആവും നിങ്ങൾ പറഞ്ഞത്. പക്ഷെ അതിൻ്റെ പൂർണ്ണത വേണമെങ്കിൽ തീർച്ചയായും ആ സ്പേസിനെ എങ്ങനെയെല്ലാം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഭാവനാപൂർണ്ണമായ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ അതിലൊരു ഡിസൈനർ നിർബന്ധമായി വേണം. ഇപ്പോൾ എല്ലാ കമ്പനീസും അത്തരത്തിലുള്ള ഇന്റീരിയർ ഡിസൈനേഴ്സ് നോക്കൂ. നിങ്ങൾ ഒരു 2 വർഷം മുമ്പുള്ള ഇന്റീരിയർ ഡിസൈൻ ആവില്ല മൊത്തം ഉള്ള കമ്പനി ഔട്ട്ലെറ്റ് കാര്യങ്ങൾക്കെല്ലാം വരുന്നത്. ഇപ്പോൾ അത് എല്ലാ ഓരോ കസ്റ്റമേഴ്സിന് പുതുമ വരുന്നതിന് വേണ്ടി ഓരോ കമ്പനി ഔട്ട്ലെറ്റ് എവറി 6 months അല്ലെങ്കിൽ 1 year വരുന്ന സമയത്തേക്ക് അറ്റ്ലീസ്റ്റ് അവർ പെയിന്റെങ്കിലും മാറ്റാൻ നോക്കുന്നു, കളർ കോമ്പിനേഷനെങ്കിലും മാറ്റാൻ നോക്കുന്നു. അപ്പോൾ കേരളത്തിനെ സംബന്ധിച്ച് ഈ രംഗം എന്തെങ്കിലും വെല്ലുവിളി നിറഞ്ഞിട്ടുണ്ടോ? കാരണം കേരളത്തിൻ്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ് കിടക്കുന്നത്. കേരളത്തിന് ഒരുപാട് ഭൂപ്രകൃതിയൊക്കെ ഇങ്ങനെ ഈ ഒരു തരത്തിലായതുകൊണ്ട് തന്നെ നമുക്ക് വലിയ കെട്ടിടങ്ങളൊന്നും നിർമ്മിക്കാനോ ഒന്നും കഴിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് വലിയ കെട്ടിടങ്ങൾക്ക് മാത്രമല്ല ഇന്റീരിയർ നോക്കൂ. നിങ്ങൾ ഇപ്പോൾ ഒരുപാട് മാഗസിൻസ് ഒക്കെ അവൈലബിൾ ആണ് ഇന്റീരിയർ ഡിസൈനിങ്ങോട് സംബന്ധിച്ച്. നമ്മൾ ഓരോ ഇൻഡിവിജ്വലും അവരുടെ വീടുകൾ പോലും മനോഹരമാക്കാനുള്ള ഒരു പ്രവണത ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്. ഇപ്പം ബെഡ്റൂം ഡിസൈൻ ചെയ്യുന്നു, ഡൈനിങ് ഹാൾ ഡിസൈൻ ചെയ്യുന്നു, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും ഒരു ഇൻഡിവിജ്വൽ ഓരോ വ്യക്തികൾ തന്നെ അവരുടെ വീടുകളും അവരുടെ ഓഫീസുകളും മനോഹരമാക്കുന്ന ഒരു പ്രവണത കൊണ്ടുവരുന്നു. ഇത് ഒരുപാട് അമ്പരചുംബികളായ കെട്ടിടങ്ങൾക്ക് മാത്രം പറഞ്ഞതല്ല. ഇത് പ്രത്യേകിച്ച് കേരളത്തെ പോലുള്ള ഒരു എക്കോ ടൂറിസം ഒക്കെ നിറയുന്ന ഈ സാഹചര്യത്തിൽ ഇന്റീരിയർ ഡിസൈനിങ്ങിന്റെ ഒരു ട്രെൻഡ് കൂടുന്നതേ ഉള്ളൂ. ഓക്കെ. അപ്പം നമുക്ക് നമ്മുടെ ഒരു ഇന്റീരിയർ ഡിസൈനർ എന്നുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ ഒരു സംഭാവന ഒരു ബിൽഡിങ്ങിലെ ഒരു ചെറിയ പ്രത്യേക ഒരു സ്ഥലത്ത് വളരെയധികം കൊടുക്കാൻ പറ്റും അല്ലേ? നമ്മൾ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് എല്ലാം കുട്ടികൾക്ക് നല്ല രീതിയിൽ. മാത്രമല്ല അവരൊരു ജോബ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു മാർക്കറ്റാണ്. എങ്ങനെയാണ് ഈ തൊഴിലിന്റെ സാധ്യതകൾ എങ്ങനെയാണ്? ഈ തൊഴിലിന്റെ സാധ്യതകൾ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയും. കാരണം ഈ എഞ്ചിനീയേഴ്സ് എന്ന് പറയുന്നത് ഒരുപാട് ആളുകൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പക്ഷേ ഈ ഡിസൈനിങ് എസ്പെഷ്യലി ഡിസൈൻ ഫോക്കസ് ചെയ്ത് പഠിക്കുന്ന കുട്ടികൾ വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നമ്പേഴ്സ് വളരെ കുറഞ്ഞ വലിയൊരു മാർക്കറ്റിലേക്ക് ഈ നമ്പേഴ്സ് ഞങ്ങൾക്ക് തന്നെ ഈ കുട്ടികൾ ഇറങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ കമ്പനീസിലുള്ള ഈ നീഡ്സ് ഞങ്ങൾക്ക് ഫുൾഫിൽ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. ഓക്കെ. അപ്പോൾ ഒരു കുട്ടി ഇന്റീരിയർ ഡിസൈനർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയോട് ഇപ്പോൾ സാറിന് എന്താണ് പറയാനുള്ളത്? സാറിന് ഇപ്പോൾ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ആഗ്രഹം ഉണ്ടാകും മനസ്സിലാക്കി. ഈ ആഗ്രഹങ്ങൾ ആണ് ഒരു മനുഷ്യനെ എന്താക്കണം എന്ന് അയാൾ തന്നെ